കർക്കശക്കാരനായ ഒരു DCC പ്രസിഡന്റ് പാലക്കാട് കണ്ടിട്ടുള്ളതാണ്. അന്ന് എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യാതെ കൈകാര്യം ചെയ്ത ഒരു പരിചയം താങ്കൾക്കുണ്ട്. അത് തന്നെ ആയിരിക്കുമോ ഇവിടേക്ക് പരിഗണിക്കാനുള്ള ഒരു കാരണം? അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പാർട്ടിയാണ് വലുത്. പാർട്ടിയേക്കാൾ വലിയൊരു മരം പാർട്ടിയിൽ വളരേണ്ടതില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പാർട്ടിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരിക്കലും ഹാനികരമായ കാര്യങ്ങൾ ആര് ചെയ്താലും എത്ര വമ്പനാണെങ്കിലും നടപടിയെടുക്കണം. അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള അടുക്കും ചുട്ടിയും വേണം, അച്ചടക്കം വേണം. ഏതൊരു സംഘടനയ്ക്കും അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ പറഞ്ഞിരിക്കുന്നത് അച്ചടക്കമാണ് പ്രധാനം. ഏതാശയം ആരുടെ അടുത്ത് നടപ്പിലാക്കണമെങ്കിലും ആദ്യം വേണ്ടത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ട അച്ചടക്കമാണ്, മിതത്വമാണ്, സമവായമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ലീഡർഷിപ്പ് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ വഴിയിലൂടെ ഞാൻ പോകുന്നത് ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല. നിഷ്പക്ഷമായും നീതിപൂർവ്വമായിട്ടായിരിക്കും പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. കർക്കശക്കാരനായ ഒരു DCC പ്രസിഡന്റ് പാലക്കാട് കണ്ടിട്ടുള്ളതാണ്. അന്ന് എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യാതെ കൈകാര്യം ചെയ്ത ഒരു പരിചയം താങ്കൾക്കുണ്ട്. അത് തന്നെ ആയിരിക്കുമോ ഇവിടേക്ക് പരിഗണിക്കാനുള്ള ഒരു കാരണം? അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പാർട്ടിയാണ് വലുത്. പാർട്ടിയേക്കാൾ വലിയൊരു മരം പാർട്ടിയിൽ വളരേണ്ടതില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പാർട്ടിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരിക്കലും ഹാനികരമായ കാര്യങ്ങൾ ആര് ചെയ്താലും എത്ര വമ്പനാണെങ്കിലും നടപടിയെടുക്കണം. അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള അടുക്കും ചുട്ടിയും വേണം, അച്ചടക്കം വേണം. ഏതൊരു സംഘടനയ്ക്കും അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ പറഞ്ഞിരിക്കുന്നത് അച്ചടക്കമാണ് പ്രധാനം. ഏതാശയം ആരുടെ അടുത്ത് നടപ്പിലാക്കണമെങ്കിലും ആദ്യം വേണ്ടത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ട അച്ചടക്കമാണ്, മിതത്വമാണ്, സമവായമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ലീഡർഷിപ്പ് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ വഴിയിലൂടെ ഞാൻ പോകുന്നത് ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല. നിഷ്പക്ഷമായും നീതിപൂർവ്വമായിട്ടായിരിക്കും പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. കർക്കശക്കാരനായ ഒരു DCC പ്രസിഡന്റ് പാലക്കാട് കണ്ടിട്ടുള്ളതാണ്. അന്ന് എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യാതെ കൈകാര്യം ചെയ്ത ഒരു പരിചയം താങ്കൾക്കുണ്ട്. അത് തന്നെ ആയിരിക്കുമോ ഇവിടേക്ക് പരിഗണിക്കാനുള്ള ഒരു കാരണം? അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പാർട്ടിയാണ് വലുത്. പാർട്ടിയേക്കാൾ വലിയൊരു മരം പാർട്ടിയിൽ വളരേണ്ടതില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പാർട്ടിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരിക്കലും ഹാനികരമായ കാര്യങ്ങൾ ആര് ചെയ്താലും എത്ര വമ്പനാണെങ്കിലും നടപടിയെടുക്കണം. അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള അടുക്കും ചുട്ടിയും വേണം, അച്ചടക്കം വേണം. ഏതൊരു സംഘടനയ്ക്കും അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ പറഞ്ഞിരിക്കുന്നത് അച്ചടക്കമാണ് പ്രധാനം. ഏതാശയം ആരുടെ അടുത്ത് നടപ്പിലാക്കണമെങ്കിലും ആദ്യം വേണ്ടത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ട അച്ചടക്കമാണ്, മിതത്വമാണ്, സമവായമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ലീഡർഷിപ്പ് ആകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ വഴിയിലൂടെ ഞാൻ പോകുന്നത് ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല. നിഷ്പക്ഷമായും നീതിപൂർവ്വമായിട്ടായിരിക്കും പാർട്ടി പ്രവർത്തനം നടത്തുന്നത്.